ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഗാർഡൻ വർക്കിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാനായിട്ടില്ല. പിന്നെ അതിന് ശേഷം ചെയ്യാൻ നോക്കുമ്പോഴും ഓരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മുടങ്ങി പോവുമായിരുന്നു. അപ്പം അവസാനം അതിൻ്റെ സമയമായി. ഇവരിത് ചെയ്യുമ്പോഴേക്കും എൻ്റെ സ്കൂള് വിട്ട് വരുന്ന ടൈമായി. അപ്പോൾ അവരുടെ വണ്ടി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഞാൻ അവനെ പിക്ക് ചെയ്തിട്ട് വരികയാണ്. കേറിക്കോ. എന്താ അതിനാകെ ഞെട്ടിപ്പോയി എല്ലാവരെയും കണ്ടപ്പോൾ. പിന്നെ അവർ വരുമ്പോൾ തന്നെ ലേറ്റായി. ഉച്ചയ്ക്ക് ശേഷമാണ് അവർ വന്നത്. അപ്പോൾ ആദ്യം മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഈ പുല്ല്, അതൊരു മാറ്റ് ടൈപ്പിലാണോ പുല്ല് വരുന്നത്, അപ്പോൾ അത് ജസ്റ്റ് അവരൊന്ന് നിവർത്തി പ്ലേസ് ചെയ്തിട്ട് പോയി. ഇനി നാളെ വന്നിട്ടാണ് ബാക്കിയെല്ലാം ലെവലിൽ സെറ്റ് ചെയ്ത് തരിക. നമ്മുടെ പ്ലോട്ടിൽ നമുക്കങ്ങനെ മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തെങ്ങിൻ തൈ വേണം, അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ്, സപ്പോട്ട, റംബൂട്ടാൻ അങ്ങനത്തെയൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് അതനുസരിച്ച് അവരത് പ്രൊവൈഡ് ചെയ്ത് തരും. ശരിക്കും നമ്മളിതിപ്പോൾ ലേറ്റായിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ വീടെടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ മുന്നേ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഹൗസ് വാമിംഗ് ഒക്കെ ആകുമ്പോഴേക്കും അത് അത്യാവശ്യം നല്ല ഫീറ്റിൽ വളരും. പ്ലാന്റ് ഹഗ്ഗേഴ്സ് എന്ന് പറയുന്ന ടീമാണ് നമ്മുടെ ഈ ഗാർഡൻ വർക്ക് ചെയ്തു തന്നത്. കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ 100% നോക്കുന്ന ടീമാണ് അവർ. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ ഏതെങ്കിലും പൊസിഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവർക്കത് കുഴപ്പമില്ലാതെ അവർ ചെയ്ത് തരുന്നുണ്ട്. നമ്മളങ്ങനെ ഒരുപാട് ചെടികളൊന്നും വെക്കുന്നില്ല, എല്ലാം ഒരു ലിമിറ്റായ രീതിയിൽ. കാരണം നമ്മളെങ്ങാനും സൗദിയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് വളരെ ലിമിറ്റഡായിട്ടേ നമ്മൾ പ്ലാന്റ്സ് ആയാലും വെക്കുന്നുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ നല്ലപോലെ മഴയും പെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ചട്ടിയിൽ നമുക്ക് റെഡ് പാം ഉണ്ടായിരുന്നു. അത് അമ്മ കൊണ്ടുത്തന്ന ചെടിയാണ്. അപ്പോൾ അത് നമുക്കവിടെ ആ ഒരു സൈഡിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി പൊട്ടിക്കാതെ കുറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത്രയും വേര് തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അത് പറ്റുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ആ ചട്ടി പൊട്ടിച്ചിട്ട് അത് 2 ഉണ്ട് ഒരേപോലത്തെ. അപ്പോൾ ആ 2 ആ സൈഡിൽ അങ്ങനെ അവർ ചെയ്തു തന്നു. അവർ ആ വർക്കൊക്കെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7:30 ഒക്കെ ആയി അവർ പോകുമ്പം. ആ മഴ പെയ്തുകൊണ്ട് മുറ്റം നിറയെ ചളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്താന്നിട്ടാണ് അവർ പോയത്. മഴയൊക്കെ പോയി വെയിലൊക്കെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിൻഡോസൊക്കെ തുറക്കാതിരുന്നിട്ട്, വിൻഡോ ഒക്കെ തുറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒന്ന് പൊടിയൊക്കെ തുടക്കാമെന്ന് വിചാരിച്ചു. ഫാനിലൊക്കെ നല്ല പൊടിയായി. അപ്പോൾ ഗാർഡൻ വർക്കൊക്കെ കഴിഞ്ഞു. മുറ്റം കുറച്ച് ക്ലീനായി. നല്ല ചളിയായിരുന്നു. മഴ പെയ്തപ്പോൾ കുറേ ചളിയൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗാർഡൻ ഇപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക്. ഈ സൈഡിലുള്ള ചെടിയൊക്കെ അമ്മ തന്നത് തന്നെയാണ്. നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അമ്മ അവിടെയുള്ള കുറേ ചെടികൾ എനിക്കൊരു വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് കൊടുത്തു വിടുകയാണ് ചെയ്തത്. ഓണമൊക്കെ വരുന്നതുകൊണ്ട് ക്ലീനിങ്ങൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ സൈഡ് മിററുള്ള കബോർഡൊക്കെ ഫുള്ള് മെസ്സി ആയിട്ടുള്ളത്. ഇത് നമ്മൾ തായ്ലാൻഡ് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. അതിനിടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നു. അപ്പോൾ ഞാൻ ഒരു സൺസ്ക്രീന് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഫേസ് വാഷ് എന്തോ പ്രൊമോഷൻ പോലെ അവർ അയച്ചു തന്നെ. ഞാൻ വിചാരിച്ചു എനിക്ക് വീണ്ടും സൺസ്ക്രീന് വന്നു. തുറന്ന് നോക്കപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു ഫേസ് വാഷിൻ്റെ ട്യൂബായിരുന്നു. അപ്പോൾ ഒരു ആവേശത്തിന് പുറത്തിട്ടതായിരുന്നു എല്ലാം. അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് കളക്ഷൻസ്, അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചു. ഈ എടുത്തു വെച്ചത് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹമുണ്ടാവും. പക്ഷേ എങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് പോകുമ്പം ഏതെങ്കിലും ഒരു സാധനം കാണില്ല. അപ്പോൾ എല്ലാം വലിച്ചിടും, വീണ്ടും പഴയതുപോലെയാവും. പിന്നെ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ എല്ലാം എടുത്ത് വെക്കും. അങ്ങനെയൊക്കെ താഴെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മേലെ ക്ലീൻ ചെയ്യാൻ തോന്നി. കാരണം ഞാൻ വെച്ച് മേലെല്ലാം തട്ടി പൊടിയൊക്കെ താഴെയല്ലേ വീഴുക. അപ്പോൾ താഴെ ഫസ്റ്റ് അടിച്ചു വരിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ മേലെ എത്തി. അപ്പോൾ മേലെ എപ്പോഴും ഉള്ളതുപോലെ ആ പ്രാണികൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ചൂലെടുത്തിട്ട് ഇങ്ങനെ തട്ടി താഴെ ഇട്ടു. വെയിൽ വന്നപ്പോഴാണ് നമുക്ക് ഈ ഗ്ലാസിൻ്റെ മേലെ ഇത്രയും ആ വെള്ളത്തിൻ്റെ ആ ഒരു പൂപ്പൽ പിടിച്ചത് മനസ്സിലാവുന്നത്. ഇത്ര നാൾ മഴയായതുകൊണ്ട് അത് നമുക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ, മഴയല്ലേ. അപ്പോൾ ഞാൻ വെച്ചു നല്ല വെയിലായതുകൊണ്ട് ഈ ഗ്ലാസ് വേഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഗ്ലാസ്
ഡ്രസ്സൊക്കെ കഴുകിയിട്ട് ഞാനിങ്ങനെ ആകാശം നോക്കുമ്പോൾ നല്ല ഭംഗിയില്ല, അതുകൊണ്ട് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും കാണാൻ പറ്റും.